ഹലോ, അമ്മ മനസ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ലൈക്ക് ചെയ്യണേ. അപ്പോൾ മാലതി മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, പുതിയതായിട്ടുള്ള വാടക വീട് എടുത്തോ? അവരുടെ സ്വർണ്ണമൊക്കെ വിൽക്കാൻ വേണ്ടി കൊണ്ടുപോയിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോഴാണ് മേഘ പറയുന്നത്, ആ സ്വർണം വിറ്റ പണവുമായിട്ട് ഞങ്ങൾ അഡ്വാൻസ് കൊടുക്കാൻ വേണ്ടി പോയതായിരുന്നു വീടിന്. ആ സമയത്ത് കടക്കാർ വന്നിട്ട് എന്നെയും അമ്മാവനെയും വളഞ്ഞു ചുറ്റിയിട്ട് ആ പണം എടുത്തിട്ട് പോയി. അത് കേട്ടതും മുത്തശ്ശി വാ പൊത്തി നിൽക്കുകയാണ്. അയ്യോ, അവരെൻ്റെ കയ്യിലുണ്ടായിരുന്ന പണമൊക്കെ എടുത്തുകൊണ്ട് പോയി. നീ എന്തൊക്കെയാ മേഘ ഈ പറയുന്നത്? സ്വർണം വിറ്റ് തന്ന പണം കടക്കാർ വാങ്ങിച്ചു കൊണ്ടുപോയെന്നോ? ഇനിയിപ്പോൾ എന്താ ചെയ്യുക? അപ്പോൾ മേഘ പറയുന്നുണ്ട്, ഇനിയിപ്പോൾ ലീസിന് വീടെടുക്കാനുള്ള പണം പോലും എൻ്റെ കയ്യിലില്ല. എങ്ങോട്ടേക്ക് പോകുക എന്ന് പോലും അറിയില്ല. അതാണ് ഞങ്ങൾ രണ്ടുപേരും ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. നിന്നെ കോടീശ്വരിയാക്കണമെന്ന് ഞാൻ വിചാരിച്ചു. എന്നാൽ നിങ്ങൾ രണ്ടുപേരും ചേർന്ന് എന്നെ പിച്ചക്കാരിയാക്കുകയാണ് ചെയ്തത്. വീടുണ്ട്, എന്നാ അത് വാടകയ്ക്ക് എടുക്കാനുള്ള കാശ് പോലും ഇല്ലാതെ ഇങ്ങനെ നിൽക്കുന്നത് നോക്ക്. ഇനിയും കുറച്ചു നേരത്തിനുള്ളിൽ മഹേന്ദ്രനും ലക്ഷ്മിയും ഈ വീട്ടിലേക്ക് വരും. അതിനുശേഷം നമുക്ക് ഈ വീട്ടിൽ നിൽക്കാൻ സാധിക്കില്ല. മുത്തശ്ശി ഭയത്തോടെയാണ് പറയുന്നത്. അത് കേട്ട് മേഘ മുത്തശ്ശിയെ നോക്കി നിന്നപ്പോൾ അവർ പറയുന്നുണ്ട്, നീ എങ്ങനെയാണോ മഹേന്ദ്രനും ലക്ഷ്മിയും കഴുത്ത് പിടിച്ച് വെളിയിലേക്ക് തള്ളിയത്, അതേപോലെ അവർ രണ്ടുപേരും ചേർന്ന് നമ്മളെയും ചെയ്യും. മേഘ ഒന്നും പറയാതെ കേട്ട് നിൽക്കുകയാണ്. കാരണം അവൾക്കറിയായിരുന്നു അവൾ എങ്ങനെയാണ് അവരെ ഈ വീട്ടിൽ നിന്നും പുറത്താക്കിയതെന്നുള്ളത്. അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, അതിനു മുന്നേ നമ്മളായിട്ട് തന്നെ ഈ വീട്ടിൽ നിന്നും പുറത്തേക്ക് പോകണം. അപ്പോൾ മനോഹരൻ ചോദിക്കുന്നുണ്ട്, ചേച്ചി നിങ്ങൾ കല്യാണം കഴിഞ്ഞപ്പോൾ ഒരു വീട്ടിലായിരുന്നില്ലേ താമസിച്ചിരുന്നത്? ആ വീടിപ്പോൾ എവിടെയുള്ളത് ചേച്ചി? അതൊക്കെ എപ്പോഴോ നശിച്ചു പോയടാ. ശരിയാ. പിന്നെ ആളാൾ വീതം ഓരോ വീടുണ്ടാക്കിയിട്ട് അതിങ്ങനെ നശിച്ച് കളയാൻ വിട്ട് കളയല്ലേ. അതൊക്കെ ഒരു വീടായിരുന്നോ? നിങ്ങളെന്താ അരമനയിലാണ് ഉണ്ടായിരുന്നത്? മനോഹരൻ്റെ പരിഹാസം കേട്ട സമയത്ത് മുത്തശ്ശി ദേഷ്യത്തോടെ പറയുന്നുണ്ട്, നടുത്തെരുവിലെത്തിയിട്ടും നിനക്കിപ്പോഴും കളിയാക്കലും മാറിയിട്ടില്ല അല്ലേ? നിന്നെയൊന്നും അടുത്തുപോലും കൂട്ടാൻ പാടില്ല. അങ്ങനെ കൂട്ടിയത് കൊണ്ടാണ് ഇപ്പം നിങ്ങൾ രണ്ടുപേരും ചേർന്നിട്ട് എന്നെ നടുത്തെരുവിൽ നിങ്ങൾക്കൊപ്പം ചേർത്തിയത്. എന്താ ചേച്ചി ഇങ്ങനെയൊക്കെ പറയുന്നത്? മനോഹരൻ പറയാണ്. അപ്പം മേഘ ചോദിക്കുകയാണ്, മുത്തശ്ശി ഇപ്പം നമ്മൾ എന്താ ചെയ്യുക? വേറെ എന്ത് ചെയ്യാനാ? നമുക്ക് വേണ്ടിയിട്ടാണല്ലോ ഒരുപാട് ക്ഷേത്രങ്ങൾ ഉണ്ടാക്കിയത്. അവിടെ പോയിട്ട് കുറച്ചു കാലം വാടകയില്ലാതെ ജീവിക്കാം. അവർ കരഞ്ഞുകൊണ്ട് പറയുമ്പോൾ മേഘ ഇങ്ങനെ ഞെട്ടിയിട്ട് നിൽക്കുകയാണ്. മനോഹരനും അതൊരു ശരിയായൊരു തീരുമാനമാണെന്ന് തോന്നുന്നുണ്ടായിരുന്നു. അപ്പോൾ മനോഹര സന്തോഷത്തോടെ പറയാണ്, കറക്റ്റ് മേഘ, ക്ഷേത്രത്തിനേക്കാളും നമുക്ക് സുരക്ഷിതമായ വേറൊരു സ്ഥലം കിട്ടില്ല. വാടകയും കൊടുക്കേണ്ട ആവശ്യമില്ല, കറണ്ട് ബില്ലും അടയ്ക്കേണ്ട കാര്യമില്ല. അപ്പം മേഘ ഇങ്ങനെ ദേഷ്യത്തോടെ അരിശത്തോടെ രണ്ടുപേരെ നോക്കുവാണ്. അതൊന്നും മനസ്സിലാക്കാനാവാതെ പൊട്ടനായിട്ടുള്ള മനോഹരൻ വീണ്ടും പറയാണ്, അത് മാത്രമല്ല മേഘ, 3 നേരവും നമുക്ക് ഒരു പണിയും ചെയ്യാതെ ഭക്ഷണവും കിട്ടും. എന്താ നിങ്ങൾ രണ്ടുപേരും എന്നെ പരിഹസിക്കുകയാണോ? എനിക്ക് ക്ഷേത്രത്തിലൊന്നും അങ്ങനെ താമസിക്കാൻ പറ്റില്ല. അപ്പം മനോഹരൻ പറയുന്നുണ്ട്, എങ്കിൽ പിന്നെ ബസ് സ്റ്റാൻഡ് നോക്കിയാലോ? ഞാൻ എന്തിന് ബസ് സ്റ്റാൻഡിൽ താമസിക്കണം? എനിക്കെൻ്റെ അച്ഛൻ ശരവണനുണ്ട്. ഞാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി താമസിക്കും. മേഘ ഒരു തീരുമാനം എടുത്തതുപോലെയാണ് പറയുന്നത്. അത് കേട്ടതും മുത്തശ്ശിയും മനോഹരൻ ഇങ്ങനെ ഞെട്ടിയിട്ട് നിൽക്കുകയാണ്. എന്നിട്ട് മനോഹരൻ ചോദിക്കുന്നുണ്ട്, ചേച്ചി. മുത്തശ്ശിയും ചോദിക്കുകയാണ്, മേഘ അപ്പം ഞങ്ങളെവിടെ പോയി താമസിക്കും? അച്ഛനോട് പറഞ്ഞിട്ട് ഞാൻ നിങ്ങളെ രണ്ടുപേരെയും കൂടി കൂട്ടാം. അപ്പോഴാണ് മനോഹരന് സമാധാനമായത്. ശരി മോളെ, എത്രയും പെട്ടെന്ന് നിൻ്റെ അച്ഛനെ വിളിച്ച് കാര്യം പറ. മുത്തശ്ശി പറയുകയാണ്. അങ്ങോട്ടെങ്കിലും നമുക്ക് പോവാം. ശരി മുത്തശ്ശി എന്ന് പറഞ്ഞിട്ട് മേഘ അവളുടെ അച്ഛന് കോൾ ചെയ്യാണ്. ബാക്കി രണ്ടുപേരും പ്രതീക്ഷയോടെ മേഘയെ നോക്കി നിൽക്കുകയാണ്. കാരണം അവളുടെ അച്ഛൻ ഫോൺ എടുത്താൽ മാത്രമേ അങ്ങോട്ടേക്ക് മാറുന്നതിനെക്കുറിച്ച് ചിന്തിക്കാനാവുള്ളൂ. അതേസമയം ചന്ദ്രികയുടെ ആ ഒരു ചെറിയ വീട്ടിലാണെങ്കിൽ അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്, എല്ലാവരും പൂജ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ദൈവത്തിൻ്റെ മുന്നിൽ വെച്ചിട്ട് സന്തോഷത്തോടു കൂടിയാണ് അവരെല്ലാവരും ഉള്ളത്. ആ ഒരു ചെറിയ പൂജയ്ക്ക് ശേഷം എല്ലാവരുടെയും നെറ്റിയിൽ ആ ഒരു കുറി തൊട്ട് വെച്ച് കൊടുക്കുകയാണ്. അതിനുശേഷം ലക്ഷ്മി എല്ലാവരോടായിട്ട് പറയുന്നുണ്ട്, ഈ ഒരു ചെറിയ വീടാണെങ്കിലും ഈ വീട് നമുക്ക് ഒരുപാട് അനുഭവങ്ങൾ തന്നിട്ടുണ്ട്, ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ചും തന്നു. ഇനി അങ്ങോട്ട് നമ്മൾ മുൻപ് ചെയ്ത തെറ്റുകൾ വീണ്ടും ആവർത്തിക്കരുത്. ഇനിയെങ്കിലും നമ്മൾ നന്നായിട്ട് ജീവിക്കണം, തെറ്റുകളിലേക്ക് വീണു പോവരുത്. അപ്പോൾ മഹേന്ദ്രനും പറയാണ്, അതേ ലക്ഷ്മി. ചന്ദ്രികയും സിദ്ധാർത്ഥമൊക്കെ തലകുലിക്കാതെ സമ്മതിക്കുന്നുണ്ടായിരുന്നു. നീ പറഞ്ഞത് ശരിയാണ് ലക്ഷ്മി, ഓരോ അനുഭവത്തിൽ നിന്നും നമ്മൾ ഓരോരോ പാഠങ്ങൾ പഠിക്കണം. മഹേന്ദ്രനും അത് സമ്മതിക്കുകയാണ്. എങ്ങനെയോ ചന്ദ്രിക നമ്മുടെ വീട് നമുക്ക് മടക്കി തന്നു. ചന്ദ്രിക സന്തോഷത്തോടെ നിൽക്കുമ്പോൾ സിദ്ധാർത്ഥ അഭിമാനത്തോടെയാണ് അത് കേട്ട് നിൽക്കുന്നത്. നല്ല നേരം അവസാനിക്കുന്നതിന് മുമ്പ് നമുക്ക് ആ വീട്ടിൽ കാലെടുത്ത് വെക്കണം. എല്ലാവരും സമ്മതിക്കുകയാണ്. അപ്പോൾ ചന്ദ്രിക പറയുന്നുണ്ട്, അച്ഛാ, ആ വീട്ടിൽ പോകുന്നത് എനിക്കും സന്തോഷമുള്ള കാര്യം തന്നെയാണ്. പക്ഷേ മുത്തശ്ശനും നമ്മുടെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടി നന്നാവുമായിരുന്നു.
അല്ല, നമ്മൾ വീട് തിരിച്ചു പിടിച്ച കാര്യം മുത്തശ്ശനോട് വിളിച്ച് പറഞ്ഞു വച്ചാ? ഞാൻ അച്ഛനെ വിളിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ അദ്ദേഹം ഫോൺ എടുത്തിട്ടില്ല. മഹേന്ദ്രൻ പറഞ്ഞത് കേട്ടപ്പോൾ ചന്ദ്രയ്ക്ക് ചെറിയൊരു വിഷമം തോന്നുവാണ്. എന്തായാലും എൻ്റെ മിസ് കോൾ കണ്ടു കഴിഞ്ഞാൽ അദ്ദേഹം എന്നെ തിരിച്ചു വിളിക്കും. തീർച്ചയായിട്ടും ഈ ഒരു സന്തോഷമുള്ള കാര്യം ഞാൻ അദ്ദേഹത്തെ അറിയിക്കും. അച്ഛാ, അപ്പോൾ അദ്ദേഹം തിരിച്ചു വരുമായിരിക്കും അല്ലേ? ചന്ദ്രികയും സന്തോഷത്തോടെ ചോദിക്കുകയാണ്. തീർച്ചയായിട്ടും വരും ചന്ദ്രിക. ശരിയേട്ടാ, നല്ല സമയം അവസാനിക്കുന്നതിന് മുമ്പ് നമുക്ക് വലിയ വീട്ടിൽ പോയി പാല് കാച്ചാം, ലക്ഷ്മി പറയാണ്. ശരി. അവരെല്ലാവരും കൂടിയിട്ട് വലിയ വീട്ടിലേക്ക് പോവുകയാണ്. എല്ലാവരും വീട്ടിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം സിദ്ധാർത്ഥാണ് താക്കോലിട്ട് പൂട്ടുന്നത്. അതിനുശേഷം അവന് ലക്ഷ്മിയോട് പറയുന്നുണ്ട്, അമ്മായി, നമ്മൾ എല്ലാവരും ഇറങ്ങിയതിന് ശേഷം ഈ വീട്ടിൽ ചുറ്റിയിട്ട് തേങ്ങ പൊട്ടിക്കണം. ഈ വീട് ചെറിയ വീടാണെങ്കിലും ഒരുപാട് പാഠങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഈ വീട് നമ്മളെപ്പോഴും ക്ഷേത്രം പോലെ കാണണം. സിദ്ധാർത്ഥ പറയുന്നത് കേട്ടപ്പോൾ ചന്ദ്രയ്ക്ക് വല്ലാത്ത സന്തോഷം തോന്നുവാണ്. കാരണം അവൾ താമസിക്കുന്ന വീട് തന്നെയായിരുന്നല്ലോ അത്. സിദ്ധാർത്ഥ് തന്നെ മുന്നിട്ട് നിന്നിട്ട് തേങ്ങയിൽ ആ ഒരു ഇത് വെച്ചിട്ട് നാളികേരത്തിൽ നമ്മൾ എന്താ പറയുക തിരി വെച്ചിട്ട് ലക്ഷ്മിയെ കൊണ്ട് അതിൽ തീ കത്തിക്കുകയാണ്. അതിനുശേഷം ആ വീടിനെ ചുറ്റി ആ ഒരു നാളികേരം ചുറ്റി ഇതാക്കുന്നുണ്ടായിരുന്നു. അവൻ തന്നെയാണ് ആ ഒരു കർമ്മം മുഴുവനായിട്ട് ചെയ്യുന്നത്. അതിനുശേഷം തീ അവിടെ മാറ്റിയിട്ടതിന് ശേഷം ആ നാളികേരം അവൻ അവിടെ വെച്ച് ഉടക്കുകയാണ്. ആ വീടിന് അവർ അത്രയേറെ പ്രാധാന്യം കൽപ്പിക്കുന്നുണ്ടായിരുന്നു. അത് ചന്ദ്രയ്ക്ക് ഒത്തിരി സന്തോഷം കൊടുക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അങ്ങനെ എല്ലാവരോടുമായിട്ട് അവൻ പറയാണ്, അമ്മായി വാ, നമുക്ക് ആ വലിയ വീട്ടിലേക്ക് പോവാം. അവർ 5 പേരും കൂടി സന്തോഷത്തോടു കൂടി ആ വലിയ വീട്ടിലേക്ക് കയറാൻ വേണ്ടി പോവാണ്. അപ്പോൾ പെട്ടെന്ന് അവർ വീട്ടിൻ്റെ മുന്നിലെത്തിയ സമയത്ത് അങ്ങോട്ടേക്ക് ഒരു ഓട്ടോ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഓട്ടോ വന്ന് നിർത്തിയപ്പോൾ എല്ലാവരും ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്, ആരായിരിക്കും അതിൽ നിന്ന് വന്നത് എന്ന് അറിയാൻ വേണ്ടിയിട്ട്. അങ്ങനെ കുറച്ച് സമയത്തിന് ശേഷം അതിൽ നിന്ന് ഇറങ്ങിയ ആളെ കണ്ടപ്പോൾ അവർക്ക് വല്ലാത്ത സന്തോഷം തോന്നുകയാണ്. അത് മറ്റാരും ആയിരുന്നില്ല, ത്യാഗരാജ മുത്തശ്ശനായിരുന്നു. അതായത് മഹേന്ദ്രൻ്റെ അച്ഛൻ തിരിച്ചു വന്നിട്ടുണ്ടായിരുന്നു. ചന്ദ്രിക കുറച്ചു മുൻപ് കൂടി പറഞ്ഞിട്ടേ ഉള്ളൂ, അദ്ദേഹം കൂടി ഉണ്ടായിരുന്നെങ്കിൽ വീട്ടിൽ കയറാൻ കുറച്ചുകൂടി സന്തോഷം ഉണ്ടാവുമായിരുന്നു എന്ന്. അതറിഞ്ഞതുപോലെ തന്നെയാണ് അദ്ദേഹം വന്നിട്ടുണ്ടായിരുന്നത്. അദ്ദേഹത്തെ കണ്ട സമയത്ത് ഇവർക്ക് എല്ലാവർക്കും ഭയങ്കര സന്തോഷമാവുകയാണ്. മുത്തശ്ശ എന്ന് വിളിച്ചുകൊണ്ട് മലർ വേഗം ഓടി ഓട്ടോയുടെ അടുത്തേക്ക് പോവുകയാണ്. അദ്ദേഹം ഓട്ടോയിൽ നിന്ന് പെട്ടിയൊക്കെ എടുത്ത് ഇറങ്ങി മലറിനെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. എല്ലാവരും അദ്ദേഹത്തെ കണ്ട സന്തോഷത്തിൽ നിറഞ്ഞു ചിരിക്കുകയാണ്. അപ്പോൾ മലർ മുത്തശ്ശനോട് ചോദിക്കുകയാണ്, എന്തിനാ മുത്തശ്ശ എന്നെ വിട്ടിട്ട് പോയിക്കളഞ്ഞത്? അപ്പോൾ അദ്ദേഹം വാത്സല്യത്തോടെ മലറിനോട് പറയുന്നുണ്ട്, ഇനി ഈ മുത്തശ്ശ മോളെ വിട്ടിട്ട് എങ്ങോട്ടും പോവില്ല, മരണം വരെ മോളുടെ കൂടെ തന്നെ ഉണ്ടാവും. ശരി മുത്തശ്ശ. അപ്പോഴേക്കും ചന്ദ്രികയും ബാക്കിയുള്ളവരൊക്കെ ഓടി വരുന്നുണ്ടായിരുന്നു. മുത്തശ്ശ വാ മുത്തശ്ശ. അദ്ദേഹം അവർക്ക് അടുത്തേക്ക് അങ്ങോട്ടേക്ക് പോവുകയാണ്. അപ്പോൾ ചന്ദ്രിക ഓടി വന്നിട്ട് അദ്ദേഹത്തെ കെട്ടിപ്പിടിച്ചിട്ട് കരഞ്ഞോടി വിളിക്കുകയാണ്, മുത്തശ്ശ. ചന്ദ്രിക, നീ നേടി മോളെ. നീ മേഘയുടെ കയ്യിൽ നിന്നും ലേലത്തിൽ ഈ വീട് തിരിച്ചു പിടിച്ചത് അറിഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. അത് കേട്ടപ്പോൾ ചന്ദ്രിക കരഞ്ഞുകൊണ്ടിരുന്ന കണ്ണ് തുടക്കുവാണ്. ചന്ദ്രിക അദ്ദേഹം പുകഴ്ത്തുന്ന കേട്ടിട്ട് എല്ലാവരും സന്തോഷത്തോടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം ചന്ദ്രികയോട് പറയാണ്, നീ നമ്മുടെ കുടുംബത്തിൻ്റെ ആ ഒരു അഭിമാനം ഒന്നുകൂടി ഉയർത്തി കാണിച്ചു. ഒരു പെണ്ണിനെ കൊണ്ട് എന്ത് ചെയ്യാൻ സാധിക്കും എന്ന് പറയുന്ന ഈ ലോകത്തിന് മുന്നിൽ ഒരു പെണ്ണ് വിചാരിച്ചാൽ എന്ത് വേണമെങ്കിലും ചെയ്യാൻ സാധിക്കുമെന്ന് നീ തെളിയിച്ചു കാണിച്ചു. നീ എപ്പോഴും നന്നായിട്ട് വരും മോളെ, നന്നായിട്ട് വരും. അപ്പോൾ ചന്ദ്രിക സന്തോഷത്തോടുകൂടി കരയാണ്. എന്നിട്ട് അദ്ദേഹത്തോട് പറയുന്നുണ്ട്, മുത്തശ്ശ എന്നെ അനുഗ്രഹിക്കും മുത്തശ്ശ. എന്നിട്ട് മലറിനെയും കൂട്ടിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ കാൽക്കീഴിൽ രണ്ടുപേരും അനുഗ്രഹത്തിന് വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ അദ്ദേഹമാണെങ്കിൽ അവർ രണ്ടുപേരെയും മനസ്സ് നിറഞ്ഞിട്ടാണ് അനുഗ്രഹിക്കുന്നത്. ദീർഘായുസ്സോടുകൂടി സന്തോഷത്തോടെ നിൽക്കാൻ പറ്റട്ടെ. ഇനിയും ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ നിനക്ക് ചെയ്യാൻ സാധിക്കണം. ചന്ദ്രിക അദ്ദേഹത്തെ നോക്കി സന്തോഷത്തോടെ പുഞ്ചിരിക്കുകയാണ്. അപ്പോൾ മകളെക്കുറിച്ച് അഭിമാനത്തോടെയാണ് ലക്ഷ്മി മഹേന്ദ്രനും കേട്ട് നിൽക്കുന്നത്. സിദ്ധാർത്ഥിനും സന്തോഷമാവുന്നുണ്ടായിരുന്നു. അപ്പോൾ ചന്ദ്രിക മുത്തശ്ശനോട് പറയുന്നുണ്ട്, മുത്തശ്ശ, സിദ്ധു സാറിൻ്റെ സഹായം ഇല്ലായിരുന്നെങ്കിൽ എനിക്കിതൊന്നും നേടാൻ സാധിക്കില്ലായിരുന്നു. അപ്പോൾ അദ്ദേഹം സിദ്ധുവിനെ നോക്കുകയാണ്. സിദ്ധു പുഞ്ചിരിച്ചുകൊണ്ട് വന്നിട്ട് അദ്ദേഹത്തെ കെട്ടിപ്പിടിക്കുകയാണ്. മുത്തശ്ശ എങ്ങനെയുണ്ട് മുത്തശ്ശ? ഞാൻ നന്നായിട്ടുണ്ട് മോനെ. നീ എങ്ങനെയുണ്ട്? നിനക്ക് സുഖമാണോ? ആ, ഞാനും സുഖമായിട്ടിരിക്കുന്നു മുത്തശ്ശ. നീ എന്നും ഇതുപോലെ ചന്ദ്രികയ്ക്ക് തുണയായിട്ട് അവൾക്ക് കൂട്ടായിട്ടുണ്ടാവണം. ശരി മുത്തശ്ശ. സിദ്ധുവും സന്തോഷത്തോടെ സമ്മതിക്കുകയാണ്. അതിനുശേഷം ലക്ഷ്മി വന്ന് അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം വാങ്ങിക്കുന്നുണ്ട്. പിന്നീട് മഹേന്ദ്രനാണ് വരുന്നത്. അച്ഛനും മകനും പരസ്പരം കെട്ടിപ്പിടിക്കുകയാണ്. മഹേന്ദ്രൻ്റെ കണ്ണ് നിറഞ്ഞിട്ടുണ്ടായിരുന്നു. സുഖാണോ എന്നൊക്കെ ചോദിച്ചതിന് ശേഷം മഹേന്ദ്രൻ പറയുന്നുണ്ട്, ഒരുപക്ഷെ നിങ്ങളിനി തിരിച്ചു വരില്ലേ എന്ന് ഞാൻ വല്ലാതെ ഭയന്നിട്ടുണ്ടായിരുന്നു അച്ഛാ. എന്തായാലും വളരെയധികം സന്തോഷമുണ്ട്, നിങ്ങൾ തിരിച്ചു വന്നല്ലോ. അച്ഛൻ്റെ സങ്കടം കാണുന്ന സമയത്ത് ചന്ദ്രികയ്ക്കും വല്ലാതെ വിഷമാവുന്നുണ്ടായിരുന്നു, ലക്ഷ്മിക്കും. അപ്പോൾ മഹേന്ദ്രൻ മുത്തശ്ശനോട് പറയുന്നുണ്ട്, അച്ഛനില്ലാതെ ഈ വീട്ടിനകത്തേക്ക് കയറാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും എന്തോ ഒരു പോലെ തോന്നുന്നുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ സന്തോഷത്തോടെ പോവാം. അതെ അമ്മാവ, നിങ്ങളില്ലാതിരുന്നത് വല്ലാത്തൊരു കുറവായിട്ടുണ്ടായിരുന്നു. ലക്ഷ്മിയും സമ്മതിക്കുകയാണ്.
ഇപ്പോൾ മനസ്സിനൊരു സമാധാനമുണ്ട്. അദ്ദേഹവും സന്തോഷത്തോടെ പുഞ്ചിരിക്കുകയാണ്. അപ്പോൾ സിദ്ധു സംശയത്തോടെ ചോദിക്കുകയാണ്, അല്ല മുത്തശ്ശ, ചന്ദ്രിക വീട് വീണ്ടെടുത്തത് നിങ്ങളെങ്ങനെ അറിഞ്ഞു? എല്ലാവരും അതൊരു സംശയത്തോടെ അദ്ദേഹത്തെ നോക്കുകയാണ്. അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, കാശിയിൽ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന സേട്ട് ഈ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ വീട് ലേലത്തിൽ വെച്ചിട്ടുണ്ടായിരുന്ന സേട്ടും അയാളും കൂട്ടുകാരായിരുന്നു. അപ്പോൾ ഈ വീട് തിരിച്ച് ചന്ദ്രിക ഏറ്റെടുത്തു എന്ന് കേട്ട സമയത്ത് എൻ്റെ മനസ്സിന് വല്ലാത്ത സന്തോഷവും സമാധാനവും തോന്നി. അത് കേട്ടത് കൊണ്ടാണ് അപ്പോൾ തന്നെ ഇങ്ങോട്ടേക്ക് തിരിച്ചു വന്നത്. അത് കേട്ടപ്പോൾ അവർക്ക് സമാധാനമായി. ഇതൊക്കെ ഇവർ സംസാരിച്ച് നിൽക്കുന്ന ടൈമിലാണ് പുറത്ത് മനോഹരൻ നടന്നു വന്നുകൊണ്ടിരുന്നത്. മനോഹരനാണെങ്കിൽ ഇങ്ങനെ പിറുവിറുത്തോണ്ടാണ് വരുന്നത്. പണമില്ലാതെ എവിടെ വാടകയ്ക്ക് പോവും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് വരുന്ന സമയത്താണ് പുറത്ത് ഇവരെയൊക്കെ അയാൾ കാണുന്നത്. അയ്യോ, എല്ലാവരും ഇങ്ങോട്ട് വരുന്നുണ്ടല്ലോ. പെട്ടെന്നാണ് ത്യാഗരാജ മുത്തശ്ശനെ കാണുന്നത്. ദൈവമേ, കാശിയിലേക്ക് പോയിട്ടുണ്ടായിരുന്ന വലിയ മുത്തശ്ശനും വന്നല്ലോ. എങ്ങനെയോ നൈസായിട്ട് ഇവിടുന്ന് രക്ഷപ്പെടുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ ഇവരെല്ലാവരും ചേർന്ന് ഞങ്ങളെല്ലാവരും അടിച്ചു തുരത്തലായിരിക്കും. അപ്പോഴേക്കും മലര് പോയിട്ട് വലിയ മുത്തശ്ശൻ്റെയും ചെറിയ മുത്തശ്ശൻ്റെയും കൈകൾ ചേർത്ത് പിടിച്ചിട്ട് പറയാണ്, മുത്തശ്ശ വാ, നമുക്ക് നമ്മുടെ വലിയ വീട്ടിലേക്ക് പോവാം. അപ്പോൾ എല്ലാവരും സന്തോഷത്തോടെ അത് സമ്മതിക്കുകയാണ്. അതേസമയം മനോഹരൻ ഓടി അകത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അവിടെ ആകെ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ ഇരിക്കുകയാണ് മാലതി മുത്തശ്ശിയും അതുപോലെ മേഘയും. അപ്പോൾ മുത്തശ്ശിയുടെ അടുത്ത് വന്നിട്ട് മനോഹരൻ പറയുന്നുണ്ട്, ചേച്ചി ചേച്ചി എന്താടാ? മഹേന്ദ്രനും ലക്ഷ്മിയും ചന്ദ്രികയും സിദ്ധാർത്ഥും കാശിക്ക് പോയിട്ടുണ്ടായിരുന്ന വലിയ മുത്തശ്ശനും എല്ലാവരും കൂടി ചേർന്ന് വരുന്നുണ്ട്. അത് കേട്ടപ്പോൾ മേഘയും ഞെട്ടി. അയ്യയ്യോ ചേച്ചി, ഇനിയും നമ്മൾ ഇവിടെ നിൽക്കുന്നത് അത്ര നല്ലതല്ല ചേച്ചി. നമുക്കെല്ലാവർക്കും മേഘയുടെ അച്ഛൻ്റെ അടുത്തേക്ക് വേഗം പോവാന്നാണ് തോന്നുന്നത് ചേച്ചി. അതെ, മേഘയും അത് പറയാണ്. അതെ മുത്തശ്ശി, നിങ്ങൾ നിങ്ങളുടെ സാധനങ്ങളൊക്കെ എടുത്തു വെക്ക്, ഞാനും എൻ്റെ സാധനങ്ങളൊക്കെ എടുത്തു വെക്കാം. ശരി മേഘ, ഞാൻ എൻ്റെ ഡ്രസ്സും എടുത്തു വെക്കാം എന്ന് പറഞ്ഞിട്ട് മനോഹരനും ചേച്ചിക്കൊപ്പം ഓടുകയാണ്. അപ്പോഴേക്കും രണ്ട് മുത്തശ്ശന്മാരുടെ കൈപിടിച്ച് മലരും പിന്നാലെ സിദ്ധാർത്ഥും ലക്ഷ്മിയും ചന്ദ്രികയൊക്കെ വരുന്നിട്ടുണ്ടായിരുന്നു. എല്ലാവരും അവിടെ എത്തിയപ്പോൾ ആ വീട് ഒന്നുകൂടി ഇങ്ങനെ നോക്കുവാണ്. കാരണം അവിടെ നിന്ന് കരഞ്ഞുകൊണ്ടാണ് എല്ലാവരും അവിടെ നിന്ന് പടിയിറങ്ങി പോയിട്ടുണ്ടായിരുന്നത്. എല്ലാവരും പടിക്ക് പുറത്തായിട്ട് നിന്നിട്ട് അകത്തേക്ക് ഇങ്ങനെ നോക്കുവാണ് സന്തോഷത്തോടെ. അപ്പോൾ അകത്തേക്ക് കയറുന്നതിന് ആദ്യം തന്നെ നിന്നിട്ടുള്ളത് ത്യാഗരാജ മുത്തശ്ശനാണ്. അപ്പോൾ അദ്ദേഹം ചന്ദ്രികയോട് പറയുന്നുണ്ട്, ചന്ദ്രിക, ഈ വീട് മഹേന്ദ്രൻ കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കിയതാണെങ്കിലും ഇപ്പോൾ ഇത് തിരിച്ച് ലേലത്തിൽ പിടിച്ചുകൊണ്ട് വീണ്ടും നമ്മുടേത് തന്നെ ആക്കിയത് നീയാണ്. അതുകൊണ്ട് നീ വേണം വലതുകാലം എടുത്തു വെച്ച് ഈ വീട്ടിൽ ആദ്യം തന്നെ ഇനി കയറാൻ. അത് കേട്ട സമയത്ത് ചന്ദ്രികയ്ക്കൊഴികെ ബാക്കി എല്ലാവർക്കും സന്തോഷമായിട്ടുണ്ടായിരുന്നു. കാരണം ചന്ദ്രികയുടെ ആ ഒരു ത്യാഗത്തിൻ്റെയും അവളുടെ കഷ്ടപ്പാടിൻ്റെയും ഫലമായിട്ടാണ് വീണ്ടും ആ വീട് അവർക്ക് തിരിച്ചു കിട്ടിയത്. അപ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട്, നീ ആദ്യം തന്നെ മലറിൻ്റെ കൈ പിടിച്ചിട്ട് ഈ വീട്ടിലേക്ക് കയറിച്ചല്ലേ. പക്ഷേ ചന്ദ്രിക പറയുന്നുണ്ട്, ഇല്ല മുത്തശ്ശ, നിങ്ങൾ വലിയ വലിയ ആളുകളൊക്കെ ആദ്യം ഉള്ളിലേക്ക് കയറി, ഞങ്ങൾ നിങ്ങളുടെ പിന്നാലെ വന്നോളാം. അപ്പോൾ ലക്ഷ്മിയും പറയുന്നുണ്ട്, അല്ല ചന്ദ്രിക, മോള് വേണം ആദ്യം കയറാൻ, നീ ആദ്യം കയറ്. അമ്മ ഇല്ലമ്മ, ആദ്യം അച്ഛനും അമ്മയും വേണം അകത്തേക്ക് കയറാൻ. അപ്പോൾ മഹേന്ദ്രനും പറയുന്നുണ്ട്, ചന്ദ്രിക, ഈ വീട്ടിൽ ആദ്യമായിട്ട് കാലെടുത്ത് വെക്കേണ്ടത് മോളാണ്, നീ ആദ്യം കയറ്, പിന്നാലെ ഞങ്ങൾ എല്ലാവരും നിനക്കൊപ്പം തന്നെ വരും. ആദ്യം നീ മലറിൻ്റെ കൈ പിടിച്ചിട്ട് വലത് കാലെടുത്ത് വെച്ച് അകത്തേക്ക് കയറ്. അപ്പോൾ അവൾ സിദ്ധാർത്ഥിനെ നോക്കുമ്പോൾ സിദ്ധാർത്ഥും കണ്ണുകൊണ്ട് സമ്മതം പറയുകയാണ്. എല്ലാവരും ഒരുപോലെ അവരുടെ ആഗ്രഹവും ആ ഒരു കാര്യവും പറഞ്ഞപ്പോൾ ചന്ദ്രിക അനുസരിക്കുകയാണ്. മലറിൻ്റെ കൈ പിടിച്ചിട്ട് ചന്ദ്രിക അല്പനേരം അവിടെ തന്നെ നിന്നിട്ട് അകത്തേക്ക് നോക്കുന്നുണ്ട്. അവളുടെ കണ്ണുകളൊക്കെ നിറയാണ്. കാരണം ഒരിക്കലും തിരിച്ചു കിട്ടുമെന്ന് വിചാരിച്ചതല്ല ആ വീട്. അങ്ങനെ വീണ്ടും ആ വീട്ടിലേക്ക് തന്നെ കയറാൻ വേണ്ടി സാധിച്ചതിലുള്ള സന്തോഷവും കണ്ണീരൊക്കെ ചന്ദ്രികയിലുണ്ടായിരുന്നു. മലറിൻ്റെ കൈ പിടിച്ചിട്ട് വലതുകാല് വെച്ചിട്ട് ചന്ദ്രിക ആ വീട്ടിലേക്ക് കയറുവാണ്. പിന്നാലെ ലക്ഷ്മിയുടെ കൈ പിടിച്ച് മഹേന്ദ്രനും അതിനുശേഷം സിദ്ധാർത്ഥ മുത്തശ്ശനെ ചേർത്ത് പിടിച്ചിട്ട് അവർ രണ്ടുപേരും അങ്ങനെ എല്ലാവരും ഹാളിൽ വന്നിട്ട് നിൽക്കുകയാണ്. വീടിങ്ങനെ ചുറ്റും അവർ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആ സമയത്ത് ആരതി ഓടി വരികയാണ്. ത്യാഗരാജ മുത്തശ്ശനെ കണ്ടപ്പോൾ അവൾക്ക് ഒത്തിരി സന്തോഷമാവുകയാണ്. മുത്തശ്ശ എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹത്തെ കെട്ടിപ്പിടിച്ച് അനുഗ്രഹമൊക്കെ വാങ്ങിക്കുകയാണ്. അതിനുശേഷം മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട്, അല്ല ജാനകി എവിടെ? അമ്മ റൂമിലുണ്ട് മുത്തശ്ശ, ഞാൻ കൂട്ടിയിട്ട് വരാം. അതിനുശേഷം മഹേന്ദ്രനോടും ലക്ഷ്മിയോടൊക്കെ അവൾ കുശലം ചോദിക്കുകയാണ്, സുഖം തന്നെയാണോ? ആ സമയത്ത് മുത്തശ്ശൻ ചന്ദ്രികയോട് പറയുന്നുണ്ട്, ശരി ചന്ദ്രിക, നീയും ലക്ഷ്മിയും ചേർന്നിട്ട് ആദ്യം തന്നെ പൂജാമുറിയിൽ പോയി പൂജ ചെയ്ത് വിളക്കൊക്കെ എടുത്തിട്ട് വരൂ. അത് കഴിഞ്ഞതിന് ശേഷം ആദ്യം തന്നെ നേരെ നീ പോയി പാല് കാച്ചണം. ശരി മുത്തശ്ശ, വാ അമ്മ എന്ന് പറഞ്ഞിട്ട് ലക്ഷ്മിയും കൂട്ടിക്കൊണ്ടു പോയിട്ട് പൂജാമുറിയിൽ അതിനുള്ള ഒരുക്കങ്ങളൊക്കെ ചെയ്തതിന് ശേഷം പൂജ ആരംഭിക്കുകയാണ്. അപ്പോഴേക്കും ബാക്കി എല്ലാവരും അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്നു.
ചന്ദ്രിക തന്നെയാണ് മുന്നിട്ട് നിന്നിട്ട് പൂജ ചെയ്യുന്നത്. അവസാനം എല്ലാവർക്കും അവർ ആരതി തട്ടി തൊട്ടുഴിയാൻ വേണ്ടി കൊടുക്കുന്ന സമയത്ത് ആരതിയുടെ അടുത്തെത്തിയ സമയത്ത് അവൾക്ക് വലിയ താല്പര്യമില്ലായിരുന്നു. എങ്കിലും എല്ലാവരും നിൽക്കുന്നത് കൊണ്ട് അവൾ അത്ര ദേഷ്യം കാണിക്കുന്നില്ല. കാരണം അവൾക്ക് മുന്നേ ആകാശിൻ്റെ വിഷയത്തിൽ ചന്ദ്രികയോട് ദേഷ്യം ഉണ്ടായിരുന്നു. ആരതി ഇപ്പോഴും വിചാരിക്കുന്നത് ചന്ദ്രികയാണ് അങ്ങനെയൊക്കെ ചെയ്ത് അവളുടെ കല്യാണം മുടക്കിയത് എന്നാണ്. അങ്ങനെ പൂജ അവസാനിച്ചതിന് ശേഷം ലക്ഷ്മി പറയുന്നുണ്ട്, ചന്ദ്രിക വാ, വന്ന് നിന്റെ കൈകൊണ്ട് തന്നെ പാല് കാച്ചി. ചന്ദ്രിക എല്ലാവരെയും നോക്കി സമ്മതത്തോടു കൂടി അടുക്കളയിലേക്ക് അമ്മയ്ക്കൊപ്പം പോവുകയാണ് വീടിൻ്റെ പാല് കാച്ചൽ നടത്താൻ വേണ്ടിയിട്ട്. കാരണം പുതിയതായിട്ട് വാങ്ങിയ വീട് ചന്ദ്രികയുടെ ആ ഒരു സന്തോഷവും ചന്ദ്രികയുടെ പേരിലുമാണെന്നാണ് അവരെല്ലാവരും ആഗ്രഹിക്കുന്നത്. പക്ഷേ ആരതിക്ക് ചന്ദ്രിക മുന്നിട്ട് നിൽക്കുന്നതിനോട് വലിയ താല്പര്യമൊന്നും ഇല്ലായിരുന്നു. ലക്ഷ്മിയെയും കൂട്ടിയിട്ട് ചന്ദ്രിക അടുക്കളയിൽ എത്തിയിട്ടുണ്ടായിരുന്നു പാല് കാച്ചാൻ വേണ്ടിയിട്ട്. ബാക്കിയുള്ള എല്ലാവരും ഹാളിലേക്ക് വന്നിരിക്കുകയാണ്. പക്ഷേ ആരതിയുടെ മുഖത്ത് അപ്പോഴും ചന്ദ്രികയോടുള്ളൊരു ദേഷ്യത്തിൽ തന്നെയാണ് ഉള്ളത്. ചന്ദ്രികയാണെങ്കിൽ തൻ്റെ പുതിയ വീടിൻ്റെ പാല് കാച്ചലിന് വേണ്ടിയിട്ട് ഒരുങ്ങുവാണ്. അവിടെയാണ് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡ് അപ്പ് ചെയ്യുന്നത്.